തൃശൂർ നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി ബി.ജെ.പി. തൃശൂർ മേയറുടെ ചേംബറിന് മുന്നിൽ ബി.ജെ.പി. കൗൺസിലർമാർ ശക്തമായ പ്രതിഷേധം നടത്തി. കൈക്കൂലി വാങ്ങി മേയർ കേസ് ഒതുക്കി തീർത്തെന്നാണ് ബി.ജെ.പി. കൗൺസിലർമാരുടെ ആക്ഷേപം. സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അവർക്കെതിരെ കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കാനായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി.ജെ.പി. കൗൺസിലർമാരുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഈ മേയറായിട്ടുള്ള നിജി ജസ്റ്റിന്റെ ചേംബറിന് മുന്നിലാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത്. കാരണം ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരേ സമയത്ത് എത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഭക്ഷണം, അത് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്യണമെന്നാണ് ബി.ജെ.പിയുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ അഴുകിയ ഭക്ഷണം വിതരണം ചെയ്തിട്ടുള്ള ഹോട്ടലുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ ഒരു സമരം ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ എൽ.ഡി.എഫ് കൗൺസിലർമാരും പുറത്ത് സമരം നടത്തി വരികയാണ്. ആ സമയത്താണ് എൻ.ഡി.എയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു സമരം നടത്തുന്നത്. ഈ ഹോട്ടലുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന എന്താണ് കോർപ്പറേഷൻ്റെ ഒരു വൈമുഖ്യം? ഇന്നലെ മേയറോടും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥന്മാരോടും ഞാൻ മാറി മാറി ചോദിച്ചതാണ്, എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ട്. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളത് നോട്ടീസ് കൊടുത്തിട്ട് തുണ്ടുകടലാസിൽ നോട്ടീസാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് 2 ദിവസത്തിനകം ഈ നഗരത്തിൽ വരാൻ പോകുന്നത്. 2-3 ദിവസം ഇവിടെ താമസിച്ചുകൊണ്ട് അവർ പൂരം കാണാൻ വരുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ ശക്തമായ നടപടി എടുക്കാതെ വെറും ഒരു തുണ്ടുകടലാസിൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു ഹോട്ടലിൻ്റെ പേര് പോലും അതിൽ നിർവഹിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമാന അവസ്ഥ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു പൂരവുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിക്കും. ഇതൊരു തുടർക്കഥ തന്നെ. തുടർക്കഥയാണ്. ഇവിടുത്തെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ആ ഹോട്ടലുകാർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇന്നലെ മറ്റേ CCM വിളിച്ചപ്പോൾ 3 പ്രാവശ്യം വിളിച്ചിട്ട് എൻ്റെ ഫോൺ എടുത്തില്ല. എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴാണ് എടുക്കാൻ സാധിച്ചത്. അയാളെടുത്ത് ഫോണിന്. അതിനുശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഏതാ ഹോട്ടലിൽ നിന്ന്? ഹോട്ടൽ ഏതാന്ന് പറയാൻ അയാൾ സമ്മതിക്കുന്നില്ല. പലതവണ ആവശ്യപ്പെട്ടാണ് എൻ്റെ ഡിവിഷനിലുള്ള ഷവായ് ഓവൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് അഴുകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. ഒരു ഹോട്ടൽ, അങ്ങനെ നിരവധി ഹോട്ടലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർക്ക് പുറത്ത് പറയാൻ ഇവർക്ക് ഭരണപക്ഷം മേയർ അടക്കമുള്ള ആളുകൾ കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇതിനെ ഒത്താശ ചെയ്യുന്നതാണ് ഞങ്ങൾ ആരോപണം വരുത്തുന്നത്. അതുപോലെ തന്നെ ഈ പൂരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഈ ഒരു ഭക്ഷണം ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുള്ളത്? ഒരു ദുരന്തം നടന്നിരിക്കുന്ന സമയത്ത് ഇനിയൊരു ദുരന്തം കൂടി തൃശ്ശൂരിന് താങ്ങാൻ ആവില്ല. അതുകൊണ്ടാണ് ബി.ജെ.പി ഇത്തരത്തിൽ സമരത്തിലേക്ക് മുന്നിട്ടിറങ്ങിയത്. ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള സമരമാണ്. അല്ലാതെ ഇവിടെ ഒരു പ്രതിഷേധം, ജനങ്ങൾക്ക് നല്ല ഭക്ഷണം, ഈ നഗരത്തിൽ ഭക്ഷണവും കുടിവെള്ളവും കിട്ടാൻ വേണ്ടിയുള്ള സമരമാണ്. സമരം തുടരുമോ? തീർച്ചയായിട്ടും സമരം തുടരും ബി.ജെ.പി. എന്തായാലും ഈ കൃത്യമായിട്ടുള്ള നല്ല ഭക്ഷണം വിതരണം ചെയ്യണം. ഈ അഴുകിയ ഭക്ഷണം പിടിച്ചെടുത്തുള്ള ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ പ്രതിഷേധം. ഇതിന് തൊട്ട് മുന്നിൽ അപ്പുറത്തെ സൈഡിൽ ഈ കോർപ്പറേഷന് മുന്നിൽ എൽ.ഡി.എഫ് അംഗങ്ങളും സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തു വരികയാണ്. കാരണം ഈ ഒരു വലിയ ദുരന്തം, സമാനതകളില്ലാത്ത ഒരു ദുരന്തം നടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനിയൊരു ദുരന്തം അത് തൃശ്ശൂരിനെ താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കാരണം ഹോട്ടലുകളുടെ പേര് പോലും പറയാതെ കൊണ്ടുള്ള ഒരു നടപടി, അല്ലെ ഒരു പത്രവാർത്തയ്ക്ക് വേണ്ടി മാത്രം കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നു, കോർപ്പറേഷൻ മേയർ പ്രവർത്തിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സമരം തുടരും. ഈ തൃശ്ശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനയും നടപടി ഉണ്ടാകണമെന്നാണ് ബി.ജെ.പിയുടെ ആവശ്യം. മനുകൃഷിക്കൊപ്പം സാനു, ജനം, തൃശ്ശൂർ.